കേന്ദ്രം പറഞ്ഞ അത് കേൾക്കുക എന്നല്ലാതെ ഖുർആനും സുന്നത്തും നോക്കരുത് എന്ന് പറയുന്ന ഒരു ലൈനിലേക്ക് ഇവരിലെ പല ആളുകളും മാറിപ്പോയി. ആ വിഷയം കേൾപ്പിച്ചിട്ട് നമുക്ക് പിരിയാം. ഗൗരവമായി തന്നെ നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഇപ്പൊ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ 27, 26, 24 നമ്മള് പിന്നെ സംഘടന ഉണ്ടാവുകയാണ്. അങ്ങനത്തെ അനുകൂലമായിട്ട് ഒപ്പുണ്ട്. പക്ഷെ ഖുർആൻ സുന്നത്തിനനുസരിച്ചിട്ട് അയക്കുന്ന നമ്മൾ അതിന് ഖുർആൻ സുന്നത്തും അല്ല, സംഘടന നേതൃത്വത്തെ അനുസരിക്കുന്ന ഒപ്പിട്ട് എടുത്താൽ പിന്നെ അനുസരിക്കണം. ഖുർആൻ അതാണ് പഠിപ്പിക്കുകയോ. അതിന് ഖുർആൻ സുന്നത്തും അല്ല, സംഘടന നേതൃത്വത്തെ അനുസരിക്കുന്ന ഒപ്പിട്ട് എടുത്താൽ പിന്നെ അനുസരിക്കണം. ഖുർആൻ അതാണ് പഠിപ്പിക്കുകയോ. അതിന് ഖുർആൻ സുന്നത്തും അല്ല, സംഘടന നേതൃത്വത്തെ അനുസരിക്കുന്ന ഒപ്പിട്ട് എടുത്താൽ പിന്നെ അനുസരിക്കണം. ഖുർആൻ അതാണ് പഠിപ്പിക്കുകയോ. അതിന് ഖുർആൻ സുന്നത്തും അല്ല, സംഘടന നേതൃത്വത്തെ അനുസരിക്കുന്ന ഒപ്പിട്ട് എടുത്താൽ പിന്നെ അനുസരിക്കണം. ഖുർആൻ അതാണ് പഠിപ്പിക്കുകയോ. ഖുർആന്റെ വിഷയം എന്ന് പറയുന്നത് സംഘടനയിൽ നമ്മള് ഫസ്റ്റ് പ്രതിജ്ഞ എഴുതുന്ന അങ്ങനെയല്ലേ? കാര്യമില്ല. ഖുർആൻ സുന്നത്ത് എന്താ പറയുക, സംഘടന കേരള മുജാഹിദിന്റെ മെമ്പർ എന്ന് പറഞ്ഞാല് കേരളം എന്താണ് പറയുന്നത് അനുസരിച്ച് നടക്കണം. ഇതിപ്പോ ഇങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ കമൽക്ക, കേട്ടോ നിങ്ങള്? ഹൃദയം പൊട്ടിപ്പോകും ഒരു മുജാഹിദിന്റെ. കാന്തപുരം പറഞ്ഞ തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്ന് പറയുന്ന സമസ്തയുടെ പാരമ്പര്യത്തിലേക്ക് KNM പ്രവർത്തകരെ കൊണ്ടുപോയതാരാ? ജമാഅത്തെ ഇസ്ലാമി ശൂറ കൂടി വോട്ട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കൽ അത് ഹറാമാണെന്ന് പറഞ്ഞ്, ലാത്തക്ക് പകരം മനാത്ത വന്നു എന്ന് പറഞ്ഞ്, അതുപോലെ കോടതിയിൽ ജഡ്ജ്മെന്റ് നടത്തൽ ശിർക്കാണെന്ന് പറഞ്ഞ് അവർ കൂടി തീരുമാനിച്ച ആലോചനകൾ ഹറാമും ശിർക്കും വേർതിരിച്ച് അള്ളാഹു പഠിപ്പിച്ചതിനെതിരെ അതേ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് എന്ന അവസ്ഥയിലേക്ക് ഖുർആനും സുന്നത്തും അല്ലോല നോക്കണ്ടേ, നേതൃത്വത്തെ അനുസരിക്കാൻ അതാ കേൾക്കണ്ടേ. ഇതൊരു ജില്ലാ മുൻ സെക്രട്ടറി നേരത്തെ പറഞ്ഞ KV അബ്ദുൽ ലത്തീഫ് അലിന്റെ ശിഷ്യന്റെ വാക്കാ. അവരൊക്കെ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നേ. അതിന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒപ്പിട്ട് കൊടുത്താൽ അത് പറഞ്ഞേ കേൾക്കുക. ഖുർആനും സുന്നത്തും അല്ല. പൊറുക്കുമോ ഒരു മുജാഹിദ്? പൊറുക്കുമോ സലഫികൾ? ആ തിന്മ ഇവിടെ ഉണ്ടായിട്ട് അതിനൊപ്പം നിൽക്കേ. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തിയേ. ഇന്ന് രാത്രി ഇത് കേട്ടിട്ട് ഞങ്ങളെയൊക്കെ എതിർക്കുന്നവരുണ്ട്. ഉറങ്ങല്ല മോനെ, മത്സരണ്ട്. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമൂത് ഫീ മനാമിഹാ. ഖുർആനിലെ 39-ാം അധ്യായം 42-ാമത്തെ വചന. ഉറങ്ങുമ്പോ അല്ലാഹ് റൂഹിനെ പിടിക്കും. പശ്ചാത്തപിക്ക്. ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം? ഇതല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അബ്ദുറഹ്മാൻ സലഫി എന്നെ ഈ വിഷയത്തിൽ പറയുന്നത് കേട്ടോളൂ. അതിന്റെ 3-ാമത്തെ തലമാണ് തന്റെ സമൂഹത്തിന്റെ, സംഘത്തിന്റെ, കക്ഷിയുടെ, പാർട്ടിയുടെ താല്പര്യം. തന്റെ പാർട്ടി ഒരു തീരുമാനമെടുത്തു. ആ പാർട്ടിയുടെ തീരുമാനവും ദീനിന്റെ താല്പര്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഏതിന് മുൻഗണന കൊടുക്കണം? നമ്മുടെ സംഘടന അങ്ങനെ തീരുമാനിച്ചു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുകയുള്ളൂ, ആയത്തിങ്ങനെയാണെങ്കിലും എന്ന് പറയുന്നത് ഹിസ്ബിയത്താണ്, പാടില്ലാത്തതാണ്, ഒരു മുസ്ലിമും ചെയ്തുകൂടാത്തതാണ്. മുജാഹിദ് പ്രസ്ഥാനം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ തെറ്റാണെന്നാണ് എന്നും പഠിപ്പിച്ചു പോന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു സംഘം ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം സ്വീകരിക്കാൻ പാടില്ല. സഹോദരങ്ങളെ കേട്ടോ, ഇത് സ്വന്തം അനുജൻ സുബൈർ മങ്കടക്ക് മറുപടി കൊടുത്തുകൊണ്ട് 2003 അരീക്കോട്ട് നടത്തിയ പ്രസംഗ. ഒരു വ്യക്തിയോ ഒരു സംഘടനയോ ഒരു തീരുമാനമെടുത്തു, ഖുർആനും സുന്നത്തും അതിനെതിരാണ്. എന്നാൽ ആ സംഘടനയുടെ തീരുമാനത്തിന് പ്രാധാന്യം കൊടുത്താൽ അതാണ് ഹിസ്ബിയത്ത്. അതൊരു മുസ്ലിമിന് പാടില്ല എന്നാ. അപ്പൊ കമാൽക്കായ ഹിസ്ബിയത്തിന്റെ ആളാണ്. ഒരു മുസ്ലിമിന്റെ സ്വഭാവമില്ലാത്തടത്തിലേക്ക് അവരെ എത്തിച്ചു. ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുണ്ട് ഇവിടെ. ഇവരെ കൂട്ടത്തിലെ ചില പണ്ഡിതന്മാരാണ് അതിനർത്ഥം പറഞ്ഞത് എന്താ അറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തെ അവതരിപ്പിച്ച് നാമാണ്, നാം തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംരക്ഷിക്കും. ഹനീഫ് കായക്കൊണ്ടിരിക്കുന്ന വേദിയിൽ ഒരു പ്രാസംഗം പറഞ്ഞതാ. നിങ്ങൾ നിസ്സാരായിട്ട് കണ്ട മരണത്തിന് ശേഷം രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോഴത്തെ ഇതിനെ നയിക്കുന്നവരെത്തുനിന്ന് രക്ഷപ്പെട്ടോളി. ഞാൻ ഉറച്ചു പറയണം, ഇതിന്റെ പേരിലുണ്ടല്ലോ എന്ത് പീഡനം ഉണ്ടായാലും എന്ത് പരിഹാസം ഉണ്ടായാലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇന്ന് ഇവര് പോകുന്ന ലൈന് നമ്മൾ സ്വീകരിച്ചാൽ ഉറപ്പായിട്ടും അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടില്ല എന്ന്. പടച്ചോനാണെങ്കിൽ നമ്മൾ അള്ള പഠിപ്പിച്ച ദീനാണെങ്കിൽ അവിടെ എത്തില്ല. മനസ്സിലായോ? സംഘടന ഒരു കാര്യം പറയാം, ദീനിന് വേറൊരു കാര്യം പറയാം, എന്നിട്ട് അത് സ്വീകരിക്കുക. ഞാൻ നിങ്ങൾക്ക് ഗൗരവമായ ഒരു നുടി കേൾപ്പിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. നദവത്തുൽ മുജാഹിദീൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എപ്പോഴാണ്? ഖുർആനും സുന്നത്തും അനുസരിച്ചവർ പറയുന്നിടത്തോളം കാലമാണ്. നാളെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നിങ്ങളോട് ഖുർആനിനും സുന്നത്തിനും എതിരെ ഒരു കാര്യം പറഞ്ഞാൽ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിനോട് നിങ്ങൾക്ക് പോകാൻ പറയുക, അവരോട് നിങ്ങൾ
നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ പറയുക, ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വിധേയമായി തമ്മിൽ തർക്കിക്കാനല്ല, മറിച്ചൊരു ആദർശത്തിൽ അധിഷ്ഠിതമായി സ്വന്തം ജീവിതത്തെ നയിക്കാനും ആ ആദർശത്തിൽ അധിഷ്ഠിതമായി സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനുമാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ കേട്ടോ, നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടറുടെ വാക്ക് കേട്ടോ. നമ്മുടെ പ്രസ്ഥാനം അതാണ്. കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ഒരു നേതാവ് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അതല്ല സ്വീകരിക്കേണ്ടത്. MSM പ്രോഫ്കോണിൽ നടന്ന പ്രസംഗമാണ്. MSM നിങ്ങളോടൊരു കാര്യം പറയാം. എന്നിട്ട് ഖുർആനും സുന്നത്തും സച്ചരിതരുടെ സലഫുകളുടെ രീതി അവർ അവലംബിച്ച മാർഗത്തിന് എതിരാവുക എങ്കിൽ MSMനോട് വഴിയിൽ നിന്ന് മാറിപ്പോ, നിന്റെ കൂടെ ഞങ്ങളില്ല എന്ന് പറയാൻ ഈ പ്രഖ്യാപനം ഉണ്ടല്ലോ പ്രോഫ്കോണിൽ, അതിനനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു അക്ബർ സാഹിബിന് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി. നമ്മൾ പ്രസംഗിച്ച ആദർശത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളതേ വലിയൊരു പരാജയമാണ്, വമ്പിച്ച പരാജയമാണ് ലോകത്ത്. അതിൽ ഇവരാരും പെടാതിരിക്കട്ടെ, നമ്മൾ ആരും അതിൽ പെടാതിരിക്കട്ടെ. ഇനി തുറന്നു അത് ചെയ്യാത്തത് കൊണ്ടാണ് ആർക്കും പിഴവുകൾ ഉണ്ടായത്. ജമാഅത്ത് ഇസ്ലാമിക്ക് മാത്രമല്ല, ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സഹാബിമാരുടെ കാലം കഴിഞ്ഞ ശേഷം ഒരുപാട് വ്യതിയാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടായ വ്യതിയാനങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാന കാരണം ഖുർആനിനെയും സുന്നത്തിനെയും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ സന്നദ്ധമായില്ല എന്നുള്ളതാണ്. അത് നമ്മൾ മാറ്റിവെച്ച് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. ചരിത്രത്തിൽ അവർക്ക് സംഭവിച്ച അപകടങ്ങൾ അവർ തന്നെ ഇന്ന് തിരിച്ചറിയുന്നു. നാം പറയുന്നത് ആ അപകടങ്ങൾക്ക് കാരണം ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തതാണ് എന്നാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾക്ക് അപകടം പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നാണ് എല്ലാവരോടും നമുക്ക് ഉപദേശിക്കുവാനുള്ളത്. കണ്ടോ, നമുക്ക് അപകടം വരാതിരിക്കാൻ നമ്മളെന്താ ചെയ്യേണ്ടത്? ഒരു സംഘടനക്ക് അതീതമായി അല്ല, ഒരു സംഘടനക്ക് വിധേയമായി ജീവിക്കുക എന്നല്ല, മറിച്ച് ഒരാദർശത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുക എന്നുള്ളതാണ്. ഒരു കൃത്യമായ ഒരു ആദർശം, ഒരാശയം. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ, ഉപ്പയേക്കാൾ 3 ഇരട്ടി സ്ഥാനാണ് ഉമ്മാക്ക്, അല്ലേ? ഉപ്പയേക്കാൾ ഉമ്മുക്ക. ആ ഉമ്മ 300 തവണ മരിച്ചാൽ ആ 300 ഇരട്ടിയേക്കാൾ പ്രാധാന്യമാണ് എന്ത്? ആദർശത്തിന്. ആദർശമാണ് ജീവിതത്തിന്റെ ശുദ്ധിയും വെടുപ്പും ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയുകയും ഈ വിഷയത്തിൽ നമ്മൾ കൃത്യമായി പഠിക്കുകയും അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യണം. സഹോദരങ്ങളെ, ഇതാണ് എനിക്ക് അവസാനമായി പറയാൻ. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള വാക്ക്, ഞാനും നിങ്ങളും കൃത്യമായി പടച്ച തമ്പുരാന്റെ ഗ്രന്ഥവും അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും അത് കൃത്യമായി പഠിച്ച് അതിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ സച്ചരിതരായ സലഫുകൾ എങ്ങനെയാണോ ആ വഴി നമുക്ക് കാണിച്ചു തന്നത്, ഏത് വിഷയത്തിലും ആ വഴി അവലംബിച്ച് ജീവിച്ചാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു ഈ വിഷയത്തിലൊക്കെ ഇതുവരെ നിങ്ങൾ കേട്ടു വളരെ ഗൗരവമായും പ്രമാണബദ്ധമായും ഞാനിത് പറഞ്ഞു. ഇനിയും തെറ്റിദ്ധാരണയുമായി നിങ്ങൾ നടക്കരുത്. ആരോടുള്ള വെറുപ്പോ വിരോധമോ ഒന്നുമല്ലേ ഇത്, മറിച്ച് നമ്മൾ അകന്നു പോകാൻ പാടില്ല, നമ്മുടെ മനസ്സുകൾ അകലാൻ പാടില്ല. പടച്ചോൻ നമ്മുടെ മനസ്സിനെ ഒന്നിപ്പിക്കട്ടെ, വസ്തുതകൾ മനസ്സിലാക്കി ജീവിക്കുക. എന്റെ വാക്കിലോ എന്റെ ഏതെങ്കിലും ഒന്നിലോ നിങ്ങൾക്ക് ആ വിഷയം അവതരിച്ചതിലോ നിങ്ങൾക്ക് വേദന ഉണ്ടായെങ്കിൽ പരലോകത്തൊരിക്കലും വേദനിക്കാതിരിക്കാനാണ് അതെന്ന് മനസ്സിലാക്കുകയും ഏതെങ്കിലും വാക്കിൽ എനിക്ക് മൂർച്ചയോ തെറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ തെറ്റും നമ്മളുടെ പ്രേരണ ചെലുത്തുന്ന പിശാചിന്റെ സ്വാധീനവുമാണ് എന്ന് മനസ്സിലാക്കുകയും ഞാൻ നിങ്ങളോട് ഓതിത്തന്ന ഖുർആനിക വചനങ്ങളും ഹദീസുകളും ചരിത്രങ്ങളും ഇതെല്ലാം നെഞ്ചിലേറ്റി ശരിക്കുമുള്ള സലഫി പ്രസ്ഥാനം നമ്മുടെ നേതാക്കന്മാർ നയിച്ച KNM, നമ്മുടെ നേതാക്കന്മാർ നയിച്ച KJU, അതിനെ ഹൈജാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തി മടവൂരിസത്തിന് കൊണ്ടുപോയി കൊടുത്ത് പണയപ്പെടുത്തി ഇവരെ തിരിച്ചറിഞ്ഞ് അവരെ നിർത്തേണ്ടിടത്ത് നിർത്തി നമുക്കൊന്നിച്ച് മുന്നോട്ട് നീങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇവിടെ KNMനെയും KJUവിനെയും ഈ കോലത്തിലാക്കാൻ പല തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ചിട്ടാണ്. ആ തെറ്റിദ്ധാരണകളെല്ലാം തിരുത്തപ്പെടുകയും ഇതൊക്കെ മനസ്സിലാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുമാറാകട്ടെ. സഹോദരങ്ങളെ, നഷ്ടപ്പെട്ടു പോയ ഐക്യം
അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അനാവശ്യമായ കളവ് പ്രചരണങ്ങളും തെറ്റിദ്ധരിപ്പിക്കലുകളും പരലോകത്തൊരിക്കലും നമുക്ക് ഉപകരിക്കില്ല. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് കൃത്യമായി മോചിതമാകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തരുമാറാകട്ടെ. ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ചു മനസ്സിലാക്കി ഹക്കിന് വേണ്ടി ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആരോടെങ്കിലുമുള്ള വെറുപ്പിന്റെയോ വിരോധത്തിന്റെയോ ഒന്നല്ല ഇത്, മറിച്ച് വസ്തുതകൾ മനസ്സിലാക്കണമെന്നും തെറ്റിദ്ധാരണകൾ തിരുത്തണമെന്നും ഞങ്ങൾക്ക് ആർക്കും ആ നിലക്ക് ഒരബദ്ധവും വിശ്വാസരംഗത്തോ കർമ്മരംഗത്തോ ഹദീസുകൾ സ്വീകരിക്കുന്നിടത്തോ ഒരബദ്ധവും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലെന്നും നിങ്ങളെ അറിയിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നേതാക്കന്മാർക്ക് അള്ളാഹു എവിടെയെങ്കിലും തെറ്റ് അവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുകയും അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകുകയും ഒന്നിച്ച് മുന്നേറാനും ഐക്യത്തിനും അള്ളാഹു നമ്മെ തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.